ഈ സിഇഒ യാദൃശികമായി മനസ്സിലാക്കുന്നുണ്ട് വീട്ടുജോലിക്കാരിയായ പെൺകുട്ടിക്ക് തന്റെ മകന്റെ സ്വഭാവ രീതികളുമായി സാദൃശ്യമുണ്ടെന്ന്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് അവരിരുവരും ക്യാരറ്റിനോട് ഒരുപോലെ താല്പര്യം കാണിക്കുന്നതായി അയാൾക്ക് തോന്നിയത്. ഇത് വെറും യാദൃശികമായി സംഭവിച്ചത് മാത്രമാണെന്ന് കരുതി സിഇഒ ആ സംഭവം വിടുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം വീട്ടുജോലിക്കാരിയായ പെൺകുട്ടിയും അയാളുടെ മകനും താഴേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരുപോലെ തന്നെയാണ് ഉറക്കച്ചുവടിൽ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇതിലും വിചിത്രമായ കാര്യം എന്തെന്ന് വെച്ചാൽ ആരെയും അനുസരിക്കാതെ വികൃതിയായിരുന്ന തന്റെ മകൻ ആ പെൺകുട്ടി പറയുന്നതൊക്കെ അനുസരിക്കുകയും എപ്പോഴും അവളോട് സ്നേഹവും പ്രകടിപ്പിച്ചിരുന്നു. ഇതവനിൽ വല്ലാത്ത സംശയം ഉണർത്തുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് തന്നോടൊപ്പം ഉണ്ടായിരുന്നത് അവൾ തന്നെയാണോ എന്നുള്ള സംശയം അയാളിൽ ഉണ്ടാവുകയും ആ പെൺകുട്ടിയെ ഇതുവരെ മറക്കാനും അയാൾക്ക് സാധിച്ചിരുന്നില്ല. ശരിക്കും ആ വീട്ടുജോലിക്കാരിയായ പെൺകുട്ടി സിഇഒയുടെ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ തന്നെയായിരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ ഇളയ സഹോദരി അവളുടെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തി അവളെ ചതിക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ സിഇഒയുടെ ഉള്ളിലും ഡ്രഗ്സ് ചെന്നതിനാൽ അവരൊരു രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അന്യോന്യം അറിയുക പോലുമില്ല. ആ ഒരു ദിവസത്തിനു ശേഷം അച്ഛൻ ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയായിരുന്നു അവൾ. അതുമാത്രമല്ല അവളുടെ ഇളയ സഹോദരി അവളെ റോഡിലേക്ക് തള്ളിയിടുകയും അതുമൂലം ഒരു കാർ അപകടം അവൾക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നവൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവളുടെ ഇളയ സഹോദരി അവളോടുള്ള ക്രൂരതകൾ നിർത്താൻ തയ്യാറായിരുന്നില്ല. പുറത്തു പോവാത്ത തക്കവിധം അവളെ ഒരു ഹോട്ടൽ സ്റ്റോറേജ് മുറിയിൽ ട്രാപ്പ് ചെയ്യാൻ അവളുടെ സഹോദരി തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അവൾ ആ കുട്ടിയെ കണ്ടെത്തുകയും അവന് നല്ല പനിയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉടനടി കതവും ജനലുകളുമൊക്കെ തുറക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അതൊക്കെ ലോക്കാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കസേര നീക്കിയിട്ട് സ്വന്തം മകനാണെന്നറിയാതെ തന്നെ അവൾ ആ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും കണ്ടുമുട്ടുവാണെങ്കിൽ തീർച്ചയായും തന്നെ രക്ഷിക്കാനായി അവരെയും കൂട്ടി ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞാണ് അവനെ അയക്കുന്നത്. ആ കൊച്ചുകുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം തന്നെ അവളുടെ ബോധം മറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അവനാവട്ടെ അവന്റെ അച്ഛനായ സിഇഒയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അയാൾ ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. പെൺകുട്ടിയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ വിചിത്രമായൊരു പരിചയം അവളോട് അവന് തോന്നുന്നുണ്ട്. തന്റെ മകനെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനും അയാൾ തീരുമാനിക്കുന്നു. വീട്ടിലെത്തിയതിനു ശേഷം തന്റെ മകൻ എപ്പോഴും ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണെന്ന് സിഇഒയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ അയാളോട് പറയുന്നുണ്ട് അയാളുടെ മകൻ ഒരു അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ട സിഇഒ പെൺകുട്ടിയോടൊപ്പം തന്നെ തന്റെ മകനെ നിർത്താനായി തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം അവള് കണ്ണുകൾ തുറന്നപ്പോൾ മാത്രമാണ് തന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി വളരെ ധനികനാണെന്നും അയാളുടെ മകനെയാണ് താൻ രക്ഷിച്ചതെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. തന്റെ മകനെ രക്ഷിച്ചതിന് എന്ത് പ്രതിഫലമാണ് അവൾക്ക് നൽകണ്ടേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്കൊന്നും തന്നെ ആവശ്യമില്ല എന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ അപ്രതീക്ഷിതമായി സിഇഒ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. അയാളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവള് വല്ലാതെ സ്തബ്ധയാവുന്നു.